ഈസ് ഗോയിങ് ടു കം ആൻഡ് ഷെയർ ദ വേർഡ് ഓഫ് ഗാഡ്. ഒരു 10 മിനിറ്റ് ബോണസും കൂടെ കൊടുക്കണം. സ്തോത്രം. നമുക്കൊരു 12:40 വരെ കർത്താവിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിക്കും. അതിനുശേഷം നമ്മുടെ സാറ ഇവിടെയുണ്ട്. നമ്മുടെ POAPയുടെ പ്രോഗ്രാം പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താം. എല്ലാവർക്കും ലഞ്ച് കൊണ്ടുള്ളതുകൊണ്ട് ആരും ഓടി പോകണ്ട. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ഫെലോഷിപ്പ് എടുക്കാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. സ്തോത്രം. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ സിവി ചാൻ, ജെസി ആൻറ്റി, പ്രത്യേകാൽ ഷോൺ കുടുംബം, മറ്റ് ഈ ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കൾ, നിങ്ങളോട് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ഞങ്ങൾക്കും ആരാധിപ്പാൻ കർത്താവ് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെ ഇന്നും പകലും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ഈ ആരാധനയിലും നാം ബലപ്പെട്ട് ആശ്വാസത്തോടെ മടങ്ങുവാൻ ദൈവയുടെയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഈ സഭാരാധനയിൽ നിങ്ങളെ ഓർപ്പിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവവചന ചിന്തയിലേക്ക് ഞാൻ വേഗത്തിൽ പ്രവേശിക്കുന്നു. ദൈവത്തോട് നാം ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. നാം നമ്മോട് തന്നെ ചോദിക്കും. മടുക്കുമ്പോൾ നാം ദൈവത്തോടും ചോദ്യങ്ങൾ ചോദിക്കും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നാം പ്രതീക്ഷിക്കുന്നതിന് നേരെ വിപരീതമായി ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളോട് പറഞ്ഞ് ദൈവം അതിന് നൽകുന്ന ഉത്തരം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണം എന്നാണ് താല്പര്യപ്പെടുന്നത്. സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, വാട്ട്? എന്താ കർത്താവേ ഇങ്ങനെ? അല്ലെങ്കിൽ എന്താകും എന്നൊരു ചോദ്യം ചോദിക്കാത്തവരാരുമില്ല. രണ്ടാമത്തെ ചോദ്യം, വൈ? എന്തുകൊണ്ട്? എനിക്കെന്തുകൊണ്ട്? ഞങ്ങൾക്ക് എന്തുകൊണ്ട്? പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ മുഖത്തേക്ക് ഒത്തിരി താല്പര്യത്തോടെ നോക്കുന്നുണ്ട്, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ വൈ? എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, മുൻപോട്ട് പോകുവാൻ ഒരു സാധ്യതയും കാണാതെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ് ഹൗ? എങ്ങനെ സാധിക്കും? എങ്ങനെയായിത്തീരും? എങ്ങനെ മുമ്പോട്ട് പോകും? മൂന്നാമത് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം, എപ്പോഴാ കർത്താവേ? വെൻ? ഇതെപ്പോ സംഭവിക്കും? വാഗ്ദത്തമൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളവരാണ്, കേൾക്കുന്നവരാണ്. പക്ഷേ കാലങ്ങൾ മുൻപോട്ട് ധാരാളം പോകുന്നു. പക്ഷെ ഇനി ഇതെന്നാണ്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? അവസാനത്തെ ചോദ്യം, എവിടെ? അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാ? ഇന്ന് രാവിലെ ഈ 5 ചോദ്യങ്ങളില്ലാത്ത ആരും ഇവിടെ ഇല്ല. ഇത് ചോദിക്കാത്തവരും ഇവിടെ ആരുമില്ല. ഈ 5 ചോദ്യങ്ങൾക്കും ഒരൊറ്റ പുസ്തകത്തിൽ നിന്ന് ഉത്തരം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. പക്ഷെ ഞാൻ ഈ ദൂത് ഇന്ന് രാവിലെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ജീവിതത്തിലെ ചില ചോദ്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഴമായി ഉത്തരം പറയുന്ന ഒരു പകലായിട്ട് മാറണം. മാനുഷികമായ ഉത്തരങ്ങളല്ല, ദൈവം ചില കാര്യങ്ങളുടെ മേൽ ഉത്തരം പറയുന്ന ഒരു സഭായോഗമായിട്ട് ഇവിടുന്ന് മാറണം. അത് നമുക്ക് ബലം നൽകും, അത് നമുക്ക് ശക്തി നൽകും, അത് നമ്മെ ധൈര്യപ്പെടുത്തും, അത് നമ്മെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ ഇടയായിത്തീരും.
ക്ഷീണിച്ച അനുഭവങ്ങൾക്ക് അതൊരു മാറ്റത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരൊറ്റ പുസ്തകത്തിൽ നിന്ന് തന്നെ ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ ഞാൻ വിരാമം ഇടും. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ബുക്ക് ഓഫ് എസ്തേർ 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1-ാമത്തെ ചോദ്യം, വാട്ട്, എന്താ കർത്താവേ, എന്താകും, എങ്ങനെയാകും എന്നൊരു ചോദ്യ ചിഹ്നവുമായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുമ്പോൾ ഉത്തരം പറയുന്ന ദൈവത്തിന്റെ ഒരു മറുപടി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആ ആ മതി, ദൈവത്തിന് സ്തോത്രം. കുറെ നാളുകളായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ചോദ്യം ഈ എസ്തേറിന്റെ മനസ്സിൽ കിടക്കുക. അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങൾ ആരുമില്ല, സഹായിപ്പാൻ ഒരു മനുഷ്യനുമില്ല. ഒരങ്കിളിന്റെ സഹായത്തോടെ ഇവിടെ വന്ന് പാർക്കുകയാ, പരദേശിയാ. ഇവിടെ സഹായത്തിന്, ആശ്വാസത്തിന് ഒരു വാക്കുപോലും പറയാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഇവളോട് തന്നെ ചോദിക്കും, എന്താകും ദൈവമേ, എന്താകും എങ്ങനെയാകുമെന്ന് ചോദിച്ചിരിക്കുന്നവൾക്ക് വേണ്ടി ഒരു ദിവസം ദൈവത്തിന്റെ ഉത്തരം വെളിപ്പെടുകയാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വസ്തിയെ രാജസ്ഥാനത്തു നിന്ന് മാറ്റിയിട്ട് പകരം എസ്തേറിനെ ഒരു രാജസ്ഥാനത്ത് കയറ്റി ഇരുത്തുന്ന ദൈവത്തിന്റെ വഴിയൊന്ന് ഓർത്തു നോക്കിക്കേ പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ സന്ധാരണം മുൻപോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ അവളുടെ ഉള്ളിലുള്ളൂ. നാളെയുടെ ദിവസങ്ങൾ എങ്ങനെയും തള്ളി നീക്കണം, അതിനൊരു വഴി മാത്രം അവൾ ആഗ്രഹിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ അവളുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾ. പക്ഷേ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ഓർത്തു നോക്കിക്കേ. ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ദൈവം അവളെ കരപിടിച്ചു കയറ്റുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ പറയാം പ്രിയമുള്ളവരെ, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, അപ്രീഷിയേറ്റ് ചെയ്യാൻ ആരുമില്ല, ഒരു വാക്ക് ആശ്വാസം പറയാൻ ആരുമില്ല. മൊർദെഖായിയുടെ കരുണ കൊണ്ട് ജീവിച്ചു പോകുന്ന അവൾക്ക് അവളുടെ ചോദ്യങ്ങളുടെ ഉത്തരം പോലും പറയാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഉയരത്തിലെ ദൈവം അവൾക്ക് ഉത്തരമായി ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് പകൽ ഈ സമായോഗത്തിൽ സംബന്ധിക്കുന്ന, ജീവിതത്തിൽ ഭാരപ്പെടുന്ന ദൈവമൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഉത്തരം പറയുന്ന ഒരു സ്വർഗം നമുക്കുണ്ട് കേട്ടോ. അവന്റെ ഉത്തരം നമുക്ക് വേണ്ടി വെളിപ്പെടും. സ്തോത്രം. എന്താകുമെന്ന് ചോദിച്ചവളെ എന്താക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ഒരു പദ്ധതി അവൾക്ക് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ ചോദ്യത്തോടെ ഈ ആരാധന ഇരിക്കുന്ന ദൈവമൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ പറയാൻ ദൂതുണ്ട് കേട്ടോ. എന്താകുമെന്ന് ഓർത്താ ഭാരപ്പെടുന്നതെങ്കിൽ ചിലതിനെ മാറ്റേണ്ടതിനെ മാറ്റിയിട്ട്, ചിലതിനെ നീക്കേണ്ടതിനെ നീക്കിയിട്ട്, സ്വപ്നം പോലും കാണാൻ കഴിയാത്തിടത്ത് ഇരുത്താൻ കഴിയുള്ള ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ആഴമായ ബോധ്യം നമ്മുടെ അകത്ത് ഈ പകൽ വ്യാപരിപ്പാനിടയാകട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയാം, ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് മനുഷ്യനല്ല. ഇവിടെ ഉത്തരം പറയാൻ ആരെയും നീ പ്രതീക്ഷിക്കണ്ട കേട്ടോ. നിന്റെ ചോദ്യങ്ങൾക്ക് ഇവിടെ ശരിയായി ഉത്തരം പറയാൻ ഇവിടെ ആരും വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. പക്ഷെ ഞാൻ പറയാ, നമ്മുടെ കർത്താവ് അവൻ ഉത്തരമായിട്ട് ഇറങ്ങി വരും. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദൈവത്തിന്റെ ഉത്തരവുമായിട്ട് അവൻ ഇറങ്ങി വരുന്ന ദൈവമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് എഴുതിയിടുകയാ. അവൻ ഉത്തരം പറയുക തന്നെ ചെയ്യും. രക്തത്താലെ ജയം, യേശുവിന്റെ രക്തത്താലെ ജയം. ഞാൻ അതുകൊണ്ട് ആരംഭത്തിലെ പറഞ്ഞത്, ചില ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ട് വേണം ഈ സഭായോഗം കഴിഞ്ഞ് മടങ്ങുവാൻ. Praise the Lord. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഒരു ജാതിയെ മുഴുവൻ തകർത്തു കളയുവാൻ, ഒരു കുലത്തെ മുഴുവൻ മുടിച്ചു കളയുവാൻ,
ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ചോദിക്കുക, എന്തുകൊണ്ടാ കർത്താവ്? എന്തുകൊണ്ടാ? പ്രാർത്ഥന കുറഞ്ഞിട്ടാണോ? ഉപവാസം ഇല്ലാഞ്ഞിട്ടാണോ? ദൈവത്തെ ആരാധിക്കാഞ്ഞിട്ടാണോ? ദൈവത്തോട് കാര്യങ്ങൾ പറയാതിരുന്നിട്ടാണോ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? Praise the Lord. ഞാൻ പറയാം, ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ ചോദ്യം സാധാരണമായി ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നിന്ന് പറയണ, എന്തുകൊണ്ടാ ഇത് സംഭവിച്ചത്? ഇന്ന് രാവിലെ ദൈവമക്കളെ ഓർക്കണം, ഇന്നലകളിൽ നമ്മൾ പലപ്പോഴും ചോദിച്ചാൽ, എന്തുകൊണ്ടാ കർത്താവേ അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാ ദൈവമേ അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത്? പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുക, നീ കുറെ കൂടെ മുമ്പോട്ട് വന്നില്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, ഒന്ന് തിരിഞ്ഞു നിന്ന് പറയണ, എന്തുകൊണ്ടാ സംഭവിച്ചത്? ഒരു കുലത്തെ മുഴുവൻ നശിപ്പിക്കാനല്ല, ഒരു കുലത്തെ മുഴുവൻ രക്ഷിപ്പാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് തിരിച്ചറിയുവാനിടയായി തീരണം. യേശുവിന്റെ രക്തത്താൽ ജയം. Praise the Lord. തിരിഞ്ഞു എന്ന് പറയാൻ കഴിയണം. രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, തകർന്നു പോകുമെന്ന് നീ വിചാരിച്ചപ്പോൾ, ഒരു കുലം മുഴുവൻ ഇല്ലാതായി തീരുമെന്ന് നീ വിചാരിച്ചപ്പോൾ, ഇവിടെ കൊണ്ട് തീർന്നു പോകുമെന്ന് ലോകവും പിശാചും ഒരുപോലെ പറഞ്ഞപ്പോൾ, ഇന്ന് രാവിലെ നമ്മെ ധൈര്യത്തോടെ നിർത്തിയ ഒരു കർത്താവില്ലേ, അവനാ നമ്മുടെ ഉത്തരം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഹൃദയം ദൈവസന്നിധിയിൽ ബലപ്പെടട്ടെ. ഇവിടെ ആരും നമ്മെ ബലപ്പെടുത്തത്തില്ല കേട്ടോ, ഇവിടെ നമ്മെ ആരും ശക്തീകരിക്കത്തില്ല. എന്നാൽ ബലപ്പെടുത്തുന്ന ഒരുത്തൻ ഈ സഭായോഗത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ രാവിലെ ദൈവമക്കൾ ഒന്നുകൂടെ ബലപ്പെടട്ടെ, ഒന്നുകൂടെ ശക്തിപ്പെടട്ടെ. ഞാൻ ആരെ വിശ്വസിക്കുന്നു? എനിക്ക് നല്ലതുപോലെ അറിയാം, അവൻ എൻ്റെ ഉപനിധിയാണ്, അവൻ ഉത്തരം പറയാ ശക്തനായ ദൈവമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ ചിലരുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉത്തരം പറയട്ടെ. Oh, we thank you, Lord. We thank you, Lord. കുലത്തെ മുഴുവൻ മുടിച്ചു കളയുമെന്നും ഒരെണ്ണത്തെ പോലും ഇല്ലാതെ മുഴുവനത്തെയും കൊള്ളയടിക്കുമെന്നും പിശാച് വെല്ലുവിളിക്കുമ്പോൾ, അതിന്റെ നടുവിൽ ഒരു ജയത്തിന്റെ ഉത്തരം ദൈവം നൽകുകയാണ്. ഇന്ന് പകൽ തിരിച്ചറിയണം പ്രിയമുള്ളവരെ, എത്രയോ പ്രാവശ്യം പിശാച് പറഞ്ഞതാ, കുലത്തോടെ തകർത്ത് കളയും, കുടുംബത്തോടെ ഇല്ലാതാക്കി കളയും, എല്ലാറ്റിനെയും മുടിച്ചു കളയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ, ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഈ ആലയത്തിൽ വന്നിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ കൃപ നൽകിയെങ്കിൽ അതാ ദൈവത്തിന്റെ ഉത്തരം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. മൂന്നാമത്തെ ചോദ്യം, ഹൗ, എങ്ങനെയാ? 5-ാം അധ്യായം 8-ാമത്തെ വാക്യമാ. നിങ്ങൾ കുറിച്ച് വെച്ചോ, ഞാൻ വായിപ്പിക്കുന്നില്ല. 5 എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 3-ാം അധ്യായം 13-ാമത്തെ വാക്യമാ. നിങ്ങൾ സമയം പോലെ വീട്ടിൽ പോയി വായിച്ചു. സമയം എൻ്റെ മുൻപിൽ പരിമിതമാണല്ലോ, അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുമ്പോട്ട് പോകട്ടെ. ഹൗ, എങ്ങനെ? എങ്ങനെ ചോദിക്കുക, എങ്ങനെ സാധിക്കും പ്രിയമുള്ളവരെ? എങ്ങനെ നടക്കും പ്രിയമുള്ളവരെ? ഒരു വിടുതൽ എങ്ങനെ വെളിപ്പെടും? ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാകും? മുൻപോട്ടിനി എങ്ങനെയാ നമ്മൾ പോകുന്നത് എന്നിവരെല്ലാവരും ഒരുപോലെ ചോദിച്ചിരിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടൊന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല. മുഴുവൻ നെഗറ്റീവ്. അനുകൂലമായിട്ടൊന്നും അവരുടെ കണ്ണിന് മുമ്പിലില്ല, എല്ലാം നെഗറ്റീവാണ്. Praise the Lord. പക്ഷേ അവൾ പറയുക, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ പോകാം. ഞാൻ തീർന്നു പോകുവാണെങ്കിൽ തീർന്നു പോകട്ടെ.
ഇല്ലാതാകുവാണ്, ഇല്ലാതാകട്ടെ, ഞാൻ കയറി ചെല്ലാം. അവിടെ ഒരു വാക്കിങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന് അവളോട് കൃപ തോന്നി. അവൻ അവളോട് കൃപ തോന്നി. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ടല്ല, അവന് നമ്മളോട് കൃപ തോന്നിയത് കൊണ്ടാ ഇന്ന് രാവിലെയും ഇതിനകത്തിരുന്ന് ആ കൃപയോടെ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി തീർന്നത്. നമുക്കൊന്നും പ്രശംസിപ്പാനില്ല പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പരിശുദ്ധാത്മാവ് പറയുക, കൃപ തോന്നുന്ന ഒരുത്തൻ നമ്മളോട് കൂടെയുണ്ട്, നമ്മളോട് കരുണ തോന്നുന്ന ഒരുത്തൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ ആവശ്യമുള്ള സമയത്ത് നമ്മളോട് കരുണ കാണിപ്പാൻ ശക്തനായ ദൈവമാ. Praise the Lord. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെ എന്ന് ചോദിച്ച് നാം സഞ്ചരിച്ച വഴികളിൽ, നാം പോലും അറിയാത്ത സ്ഥലത്ത് വെച്ച്, നാം പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച്, ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സമയത്ത് ജീവിതത്തെ ഒരു യൂട്ടേൺ എടുക്കുന്നത് പോലെ ദൈവം തിരിച്ച് ചില ദൈവിക പദ്ധതികളിലേക്ക് നടത്തിയത് മറന്നു പോകരുതെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരോട് ഇടപെടുകയാ. ഈ വഴി കൊണ്ട് തീർന്നു പോകുമെന്നും ഈ വഴി കൊണ്ട് അവസാനിക്കുമെന്നും ശത്രു പറഞ്ഞപ്പോൾ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, സ്വപ്നം കാണാത്ത സമയത്ത് ചില വഴികളിൽ പരിശുദ്ധാത്മാവ് ചിലരെ യൂട്ടേൺ തിരിക്കുന്നത് പോലെ തിരിച്ചതുകൊണ്ട് ഇന്ന് രാവിലെ നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. രക്തത്താൽ ജയം മറക്കരുത് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഹൈവേ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എസ്തേർ എങ്ങും എത്താതെ, ഒന്നും കാണാതെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അവൾ ഒറ്റപ്പെട്ടതുപോലെ കഴിയുമ്പോൾ, ഞാൻ പറയാം, ഹൈവേ പോയവരൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി, എൻ്റെ ഭാഷയിൽ പറയും, ഒരു ബൈ റൂട്ട് വെട്ടിക്കൊടുത്തു. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ആരോട് ഇടപെടുന്നുണ്ട്. പലരും പെരുവഴികളിലൂടെ സഞ്ചരിച്ച് എങ്ങും എത്താതിരിക്കുമ്പോൾ, പലരും അനുകൂലമായ അനുഭവത്തിലൂടെ മാത്രം യാത്ര ചെയ്ത് ഇന്നും അവരെ പ്രതീക്ഷിച്ചിടത്തെത്താതിരിക്കുമ്പോൾ, ഈ രാവിലെ ദൈവാത്മാവ് ചിലരോട് ആഴമായിട്ട് ഇടപെടുകയാ. ദൈവാത്മാവ് ചില ബൈ റൂട്ടുകൾ ചിലർക്ക് വേണ്ടി വെട്ടി നടത്താൻ ശക്തനായ ദൈവമാ. ഇന്ന് പകൽ ചിലർക്ക് വേണ്ടി ബൈ റൂട്ടുകളെ വെട്ടി നീ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ നടത്തി നീ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടട്ടെ. രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം, രക്തത്താല ജയം. ഹല്ലേലൂയ. എപ്പോഴാ കർത്താവേ, എപ്പോഴാ? എത്ര നാളിവിടെ കാത്തിരിക്കണം? എത്ര നാളിവിടെ കാത്തിരിക്കണം? എത്ര നാൾ ഇനിയും പ്രാർത്ഥിക്കണം? എത്ര നാൾ ഇനിയും കരയണം? എത്ര നാൾ ഇനി ഉപവസിക്കണം? Praise the Lord. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്, രാജാവിന് രാത്രിയിൽ ഉറക്കം വന്നില്ല. നിനക്ക് വേണ്ടി ഉത്തരം പറയാൻ രാജാവിന്റെ വരെ ഉറക്കത്തെ കെടുത്തുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. കൂടെ വിശ്വാസി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നീ ഭാരപ്പെടണ്ട. സഭയിലെ പാസ്റ്റർക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉത്തരം പറയാൻ കഴിയാത്ത ജീവിതത്തിന്റെ ഒത്തിരി ചോദ്യങ്ങളെ നാം അഭിമുഖീകരിക്കും. പക്ഷെ ഞാൻ പറയാ, രാജാവിന്റെ ഉറക്കം വരെ കെടുത്താൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്നേ.
രാജാവിന് ഉറക്കം വന്നില്ല. നമുക്കറിയാം, ഒരു രാജാവ് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ എന്തെല്ലാം എന്റർടൈൻമെന്റ് രാജാവിനുള്ളത്. പക്ഷേ രാജാവ് രാത്രി ഉറങ്ങാതിരിക്കുമ്പോൾ രാജാവ് പോയി പുസ്തകം എടുക്കുക. ഏത് പുസ്തകമാണ് എടുക്കുന്നത്? ദിനവൃത്താന്ത പുസ്തകം. ഒരു രാജാവ് ഒരു മനുഷ്യനും രാത്രി ഉറക്കം വരാതിരിക്കുമ്പോൾ ഹിസ്റ്ററിയുടെ പുസ്തകം തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് കിട്ടുന്ന പുസ്തകമേ ആരെങ്കിലും പോയി എടുക്കുള്ളൂ. പക്ഷേ രാജാവിന്റെ കയ്യിൽ കിട്ടിയത് ഏത് പുസ്തകമാ? ഹിസ്റ്ററിയുടെ പുസ്തകം. തുറന്ന പേജ് കൃത്യമായിരുന്നു കേട്ടോ. തുറന്നപ്പോ എഴുതിയ പേജിൽ ഇങ്ങനെ എഴുതി: രാജാവിനെതിരെ ഒരു ഗൂഢാലോചന, രാജാവിനെ തകർത്ത് കളയുവാൻ പദ്ധതികൾ ശത്രു ഒരുക്കിയതിനെ കുറിച്ചും ഒരു മനുഷ്യൻ അതിനെക്കുറിച്ച് അറിവ് കിട്ടി രാജാവിനെ അറിയിച്ചു. രാജാവിന്റെ ജീവൻ രക്ഷിച്ചു. ഫുൾ സ്റ്റോപ്പ്. ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, അത്രേ എഴുതി. ആ ചരിത്രം അവിടെ എന്ത് ചെയ്തു? അവസാനിച്ചു. ഒരു രാജ്യത്തെ രാജാവിനെ കൊല്ലാൻ പദ്ധതിയിട്ടവനെ ആ വിവരമറിഞ്ഞ് രാജാവിനെ വിവരമറിയിച്ച ആ വലിയ പ്രതിസന്ധിയിൽ നിന്ന് ആ മനുഷ്യനെയും ആ രാജ്യത്തെയും രക്ഷിച്ചു. ബാക്കിയൊന്നുമില്ല. രാവിലെ ഈ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ചിലത് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥലത്തല്ല ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. അങ്ങനെയല്ലായിരുന്നു അത് പര്യവസാനിക്കേണ്ടത്. അതിനപ്പുറം ചിലതുകൂടെ നടക്കണമായിരുന്നു. പക്ഷെ നടന്നില്ല. നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ചിലതിന് ചില സ്ഥലത്ത് എന്ത് ചെയ്തു? ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അതൊത്തിരി ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി. കർത്താവേ, ന്യായമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതായിരുന്നു. ന്യായമായിട്ട് ഒരു പ്രതിഫലം അതിന് ലഭിക്കേണ്ടതായിരുന്നു. ന്യായമായിട്ടും അത് എൻ്റെ കയ്യിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കാതെ ചില പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ നിന്നെങ്കിൽ, എനിക്കറിയത്തില്ല, ദൈവാത്മാവ് ഇന്ന് രാവിലെ ആരോടോ പറയുക, അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇടിപ്പിച്ചത് ദൈവമാകട്ടോ. അന്ന് എന്തെങ്കിലും തന്ന് നിന്നെ വിട്ടിരുന്നെങ്കിൽ അത് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയേനെ, ചരിത്രം അവിടെ കൊണ്ട് തീർന്നേന്. പക്ഷെ അവിടെയൊന്നും രേഖപ്പെടുത്താത്തത് കൊണ്ട് രാജാവ് ഒരു ചോദ്യം: എന്തു ചെയ്തു? എന്തു ചെയ്തു? ഒന്നും ചെയ്തില്ല. ചിലത് കിട്ടാതെ വന്നപ്പോൾ നമ്മളും പിറുപിറുത്തില്ലേ? ചിലത് നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും കൈ വരാതിരുന്നപ്പോൾ നിരാശ നമ്മളെ അലട്ടിയില്ല, നമ്മളും ചോദിച്ചില്ലേ? പക്ഷേ ഇന്ന് രാവിലെ പറയുന്നു, അത് ഫുൾ സ്റ്റോപ്പ് ഇട്ടതല്ല കേട്ടോ. പുസ്തകം തുറക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. പുസ്തകം തുറക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. അവിടം കൊണ്ട് തീർന്നെന്ന് നീ വിചാരിച്ചിടത്തല്ല തീരുന്നത്. ഒരു ചോദ്യം: എന്ത് ചെയ്തു? അടുത്ത് പറയുക, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്ത് ചെയ്യണം? സ്തോത്രം. പറഞ്ഞു കൊടുത്തു. ഞാൻ വിശദീകരിക്കുന്നില്ല, എൻ്റെ സമയം ഞാൻ കൃത്യസമയത്ത് നിർത്തണമെന്ന് നിർബന്ധമുള്ള ആളാ. എന്തു ചെയ്യണം? ചെയ്യാനുള്ളതൊക്കെ എതിര് നിന്ന ശത്രുവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. തീർക്കുമെന്നും തകർക്കുമെന്നും ഇനി ഇല്ലാതാക്കുമെന്നും പറഞ്ഞ ശത്രുവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്തു ചെയ്യണമെന്ന്. അവൻ വിചാരിച്ചു ഇതെല്ലാം എനിക്ക് ചെയ്യാനുള്ളതാ. കൂട്ടി അങ്ങ് പറഞ്ഞു. ഒറ്റ വാക്കിൽ രാജാവ് ഉത്തരം പറഞ്ഞ് അവസാനിപ്പിക്കും: ഇത് മുഴുവൻ ആ മൊർദെഖായിക്ക് എന്ത് ചെയ്തേരെ? ചെയ്തേരെ. ഒന്നുപോലും എന്ത് ചെയ്യരുത്? കുറയ്ക്കരുത്. സ്തോത്രം. ഹാമാന്റെ വിഷമം അറിയണമെങ്കിൽ ഹാമാന്റെ വീട്ടിലോട്ടൊന്ന് ചെല്ലണം. ഭാര്യ പറയുന്നൊരു വാക്ക് ശ്രദ്ധിച്ചാൽ ഹാമാൻ എത്രത്തോളം വിഷമമുണ്ടെന്ന് അറിയാം. ദൈവത്തിന് സ്തോത്രം. ഭാര്യ എന്നാ പറയുന്നതെന്നറിയാമോ? ഭാര്യ ഇങ്ങനെയാ പറഞ്ഞു:
സാരമില്ല അച്ഛാ, അടുത്ത പ്രാവശ്യം നമുക്ക് എങ്ങനെയും അവനെ തകർക്കാം എന്നല്ല പറയും. ഭാര്യ പറഞ്ഞു, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. എത്ര പദ്ധതി ഹാമാനെ നീ ഒരുക്കിക്കോ, അവനൊരു യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ സേരസ് ഈ കാര്യം ഇവൻ ഈ പണിക്ക് ഇറങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ, നീ പോകണ്ട, ഇത് നടക്കുകയില്ല, ഇത് ജയിക്കാനുള്ള പരിപാടി അല്ലെന്ന് നേരത്തെ ഒരു ഉപദേശം കൊടുത്തിരുന്നെങ്കിൽ ഇത്രേ ഒരു പതനം ഹാമാൻ ഉണ്ടാകുകയില്ലായിരുന്നു. അങ്ങനെ അതേ ഉത്തരം പറയുന്നത്, രാജാവിന്റെ ഉറക്കം കെടുത്തി. നിനക്കെതിരിക്കുന്ന ശത്രുവിനെ അവന്റെ മുമ്പിൽ കൊണ്ടുവരിപ്പിച്ച് അവനെ കൊണ്ട് പറയിപ്പിക്കും നിനക്ക് എന്ത് ചെയ്യണമെന്ന്, എപ്പ ചെയ്യണമെന്ന്. ഒറ്റ വാക്കിൽ അടുത്ത ദൂതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എവിടേക്കാ കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ, ഒരു അടുത്ത ചോദ്യം, എവിടേക്കാ ദൈവമേ, എവിടേക്കാ ഈ പോക്ക്, എവിടെ ചെന്ന് അവസാനിക്കും? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. 8 chapter 8 verse 17. ആ ആ ആ ആ ആ മതി. എന്തുണ്ടായി? ആനന്ദം, സന്തോഷം, വിരുന്ന്, ഉത്സവം. എങ്ങോട്ട് പോകുന്ന ശത്രു പറഞ്ഞത്? ഒരു കുലം മുഴുവൻ തീർന്നു പോകുന്ന ഒരു വലിയ സങ്കടത്തിലേക്കും ഒരു കരച്ചിലേക്കും പോകുമെന്ന പിശാച് പറഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെ ഇത് എങ്ങോട്ടാ പോകുന്നത്? ഒരു വലിയ ആനന്ദത്തിലേക്ക്, ഒരു വലിയ സന്തോഷത്തിലേക്ക്, ഒരു വലിയ ഉത്സവത്തിലേക്ക് ഇത് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. 2-ാം അധ്യായവും 3-ാം അധ്യായവും ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, പട്ടണം മുഴുവൻ കലങ്ങിപ്പോയി എന്നാ വായിക്കുന്നത്. ജനം മുഴുവൻ എന്ത് ചെയ്തു? കലങ്ങിപ്പോയി. പ്രതിസന്ധി കണ്ടപ്പോൾ, രാജാവിന്റെ കൽപ്പന കണ്ടപ്പോൾ ഇവര് മുഴുവൻ കലങ്ങി നിരാശപ്പെട്ടിരിക്കുമ്പോൾ ചോദിച്ചു, ദൈവമേ എങ്ങോട്ടായി ഈ യാത്ര? എന്നാ ഒരു വിടുതൽ സംഭവിക്കുന്നത്? ഒരു സാധ്യതയും കാണുന്നില്ല. എങ്ങനെയാ സംഭവിക്കുന്നത്? പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതെങ്ങോട്ടാ പോകുന്നതെന്നറിയാവോ? ഇത് കണ്ണുനീരിലേക്കല്ല കേട്ടോ, ഇത് താഴ്ചയിലേക്കല്ല കേട്ടോ, ഇത് പരാജയത്തിലേക്കല്ല കേട്ടോ, ഇത് നിന്റെ തോൽവിയിലേക്കല്ല കേട്ടോ പോകുന്നത്. ഇതൊരു ആനന്ദത്തിലേക്ക്, ഇതൊരു സന്തോഷത്തിലേക്ക്, ഇത് വലിയ ഉത്സവത്തിലേക്ക് ഇത് നിന്നെ കൊണ്ടുപോകുന്നത്. ഇന്ന് രാവിലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ. 3-ാം അധ്യായത്തിൽ ശൂശൻ പട്ടണം കലങ്ങിയെങ്കിൽ 8-ാം അധ്യായം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ആനന്ദത്തിന്റെയും ഉത്സവത്തിന്റെയും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ പറയുന്നത്, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്കും, ഉഷസിലോ ആനന്ദഘോഷം വെളിപ്പെടാൻ പോകുക. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് നമുക്കൊന്ന് രാവിലെ 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കണം. ഒന്നുകൂടി ഇന്ന് രാവിലെ നമുക്ക് ഉറപ്പാക്കണം, ഉത്തരം പറയുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ഇവിടുത്തെ മനുഷ്യനല്ല ഉത്തരം പറയുന്നത്, ഇവിടുത്തെ ഭരണാധികാരി അല്ല ഉത്തരം പറയുന്നത്, ഇവിടുത്തെ സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ല പറയുന്നത്, ഇവിടുത്തെ പ്രസ്ഥാനങ്ങളല്ല പറയുന്നത്. എന്റെ മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരം പറയുന്ന ഒരു സ്വർഗമുണ്ടെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കാം. രക്തത്താലക്ഷയം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്, ആരും അലസമായിരിക്കരുത്. എൻ്റെ ജീവിതത്തിലെ ചോദ്യങ്ങളുടെ സകല ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ട് ഞാൻ എഴുന്നേൽക്കുമെന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒന്നുകൂടെ ബലപ്പെടാം, അതിൻ്റെ മുമ്പിൽ ഒന്നുകൂടെ ധൈര്യപ്പെടാം. ഉത്തരം പറയാൻ കർത്താവുണ്ട്. അപ്പൻ കാണത്തില്ല, അമ്മ കാണത്തില്ല, ഇവിടെ പ്രോത്സാഹിപ്പിക്കാൻ ആരെയും കണ്ടെന്ന് വരത്തില്ല, ഇവിടെ കൂടെ നിൽക്കാൻ ആരും വന്നെന്ന് വരത്തില്ല. ഒത്തിരി നിരാശയുടെ പടുകുഴിയിലേക്ക് നാം ഇറങ്ങിപ്പോയെന്ന് വന്നേക്കാം. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ
പക്ഷെ മറന്നു പോകരുത്, അപ്പുറത്തൊരു രാജാവിനെ ഉറക്കാതെ സ്വർഗമിരുത്തിയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഉത്തരം പറയാൻ പരിശുദ്ധാത്മാവ് ചിലരെ അപ്പോയിന്റ് ചെയ്യുക. ചിലത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും പ്രതീക്ഷിക്കാത്ത സമയത്തും ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ തീർന്നു പോയപ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ഫുൾ സ്റ്റോപ്പ് അല്ല കേട്ടോ, അവിടുന്ന് പുതിയൊരാരംഭം ഇടാൻ ദൈവം ശക്തനാണ്. രക്തത്താലച്ച് ബലത്തോടെ മടങ്ങാം. ദൈവശക്തിയിൽ നമുക്കൊന്നുകൂടി ഉറയ്ക്കാം. ദൈവവചനത്തിൽ നമുക്കൊന്നുകൂടെ ബലപ്പെടാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കും. രക്തത്താൽച്ചയും ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഐശ്വര്യമായ നമ്മുടെ ഹൃദയത്തിൽ പിന്നെയും ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടതിന് വേണ്ടി അനേക ചോദ്യങ്ങൾ നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ അതിനെല്ലാം ഉത്തരമായി